നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് പുൾ വർക്കൗട്ടാണ്. പുൾ വർക്കൗട്ട് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് അതുപോലെ ബിൻസ്, അതുപോലെ ഷോൾഡറിന്റെ ഡാൽറ്റ്, അതുപോലെ തന്നെ ബൈസെപ്സ്, നമ്മുടെ ഫോർ ആംസ് ഒക്കെ വേണ്ടിയുള്ള വർക്കൗട്ടാണ്. അപ്പൊ അതെങ്ങനെയാന്ന് കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് വർക്കൗട്ട് ലാറ്റ് പുൾ ഡൗൺ വർക്കൗട്ട് കേട്ടോ. ബാക്കിനുണ്ട് ബിൻസിന് വേണ്ടിയുള്ള വർക്കൗട്ട്. ഫസ്റ്റ് വർക്കൗട്ട് നമ്മൾ നോർമൽ വെയിറ്റ് ഇടുക, എന്നിട്ട് നമ്മൾ 12 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റാണ് കണ്ടോ. നമ്മൾ നോർമലായിട്ട് ഗ്രിപ്പിൽ ഇരിക്കുക, ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുക, ചെസ്റ്റ് നൂർത്തി പിടിക്കുക കണ്ടോ. ഫുള്ളായിട്ട് നമ്മുടെ ചെസ്റ്റിനോട്ട് നമ്മൾ അടിക്കുക, ഫുള്ളായി വിടുക കേട്ടോ. വലിക്കുമ്പോൾ ബ്രീത്ത് ചെയ്യുക, വിടുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് കേട്ടോ. ഇത് 3 സെറ്റ് 12 പ്രാവശ്യം ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ റെക്കോർഡ് നമ്മളുണ്ടോ, നമ്മുടെ കേബിളാണ്. അതുപോലെ ഫംഗ്ഷൻ കേബിൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോർമൽ വെയിറ്റ് ഇടുക കണ്ടോ. കൈ 2 വൈഡ് ഗ്രിപ്പിൽ പിടിക്കുക കണ്ടോ. ബാക്കിലോട്ട് ബാക്ക് ഇറങ്ങി നിൽക്കുക. കാലുണ്ടോ ഒന്ന് ചെയ്താണ് ബെൻഡ് ചെയ്ത് നിൽക്കുക, ചെസ്റ്റ് നൂർത്തി പിടിക്കുക. കൈ എന്ത് കാരണം വെച്ചാലും നമ്മൾ വളയാൻ പാടില്ല കേട്ടോ. ചെസ്റ്റ് നൂർത്തി പിടിക്കുക കണ്ടോ. നല്ല രീതിയിൽ അടിയോട് കൊണ്ടുവരിക, ഫുള്ളായിട്ട് തലയുടെ മുകളിലോട്ട് നല്ല സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോവുക കേട്ടോ. നല്ല രീതിയിൽ ചെയ്യണം. ബാക്കൗട്ട് ചെയ്യുക സ്ലോ ആയിട്ട്. ഇതെന്ത് ചെയ്യുക, 12 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക കേട്ടോ. സ്ലോ ആയി തന്നെ വിടണം കേട്ടോ. കൈ ഒരു എന്ത് കാരണം വെച്ചാലും ബെൻഡാവരുത് കേട്ടോ. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. മൂന്നാമത്തെ വർക്കൗട്ട് കേട്ടോ. ഇതുപോലെ അഡ്ജസ്റ്റബിൾ ബെഞ്ചിൽ നമ്മുടെ ബാക്കിലുള്ള വർക്കൗട്ടാണ് കേട്ടോ. നമ്മൾ ഒരു ബെഞ്ച് ഉണ്ടോ, ഒരു 30 ഡിഗ്രി ആംഗിൾ കറക്റ്റ് സെറ്റ് ചെയ്യുക. ഈ ബാക്ക് സീറ്റ് പൊക്കി വെക്കുക. ഇതിനതുപോലെ ഡംബൽ എടുക്കുക. ഈ ഡംബൽ എടുത്തിട്ടുണ്ടോ, ഡംബൽ എടുത്ത് കയറുക, ഒരു ഡംബൽ എടുക്കുക. എന്നിട്ട് നമ്മൾ ബാക്ക് ചെസ്റ്റ് സപ്പോർട്ട് ചെയ്യുക, കാല് ബാക്കിലോട്ട് ഇരിക്കുക, ചെസ്റ്റ് നൂർത്തി പിടിക്കുക കണ്ടോ. ചെസ്റ്റ് നൂർത്തി പിടിക്കുക കണ്ടോ. ഡംബൽ ഫുൾ ഡൗൺ ചെയ്യുക കണ്ടോ. ഫുള്ളായി ബാക്കിലോട്ട് സ്ലോ ആയിട്ട് ഇറക്കുക കണ്ടോ. ഫുള്ളായിട്ട് ബാക്കിലോട്ട് കണ്ടോ. ഇതെന്ത് ചെയ്യുക, 12 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റ് പതുക്കെ വെയിറ്റ് കൂട്ടി ചെയ്യണം. സ്ലോ ആയിട്ട് തന്നെ ഇറക്കണം കേട്ടോ. ഓക്കെ. ഇത് വലിക്കുമ്പോൾ ബ്രീത്ത് ചെയ്യുക കേട്ടോ. പിന്നെ സമയത്ത് ബ്രീത്ത് ഔട്ട് കേട്ടോ. നാലാമത്തെ വർക്കൗട്ട് നമ്മളാണ് ട്രാപ്സ് ഉണ്ടോ. ട്രാപ്സ് വർക്കൗട്ടാണ്. നമ്മൾ ബാറിലാണ് ചെയ്യാൻ പോണത് കേട്ടോ. ബാറിൽ നമ്മൾ കാലാണ് സ്ട്രൈറ്റ് ലെവലിൽ നിൽക്കുക കേട്ടോ. ഗ്രിപ്പിന്റെ അവിടെ നമ്മൾ ഷോൾഡർ ലെവലിൽ പിടിക്കുക കേട്ടോ. ഷോൾഡർ ലെവലിൽ പിടിക്കുക കേട്ടോ. എടുക്കുക, ചെസ്റ്റ് അപ്പിൽ നിൽക്കുക, തല ഡൗണിൽ പിടിക്കുക കേട്ടോ. തല നിങ്ങൾക്ക് ചെസ്റ്റ് നോർത്തി പിടിക്കുക കേട്ടോ. ഫുള്ളായി മുകളിൽ കൊടുക്കുക, സ്ലോ ആയിട്ട് ഇറക്കുക കേട്ടോ. മുകളിലേക്ക് അപ്പ് ചെയ്യുക, സ്ലോ ആയിട്ട് ഇറക്കുക കേട്ടോ. ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, സ്ലോ ആയിട്ട് ഇറക്കുക കേട്ടോ. ഇങ്ങനെ ബ്രീത്ത് ചെയ്യുക, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ചെയ്യുക, ബ്രീത്ത് ഔട്ട്. ഇതെന്ത് ചെയ്യുക, 12 പ്രാവശ്യം വെച്ച് 3 സെറ്റ് അടിക്കുക. വെയിറ്റ് ചെറുതാചാരെ കൂട്ടുക. 5ാമത്തെ വർക്കൗട്ട് ബൈസെപ്സിന്. അപ്പൊ നമ്മുടെ ബാക്ക് വർക്കൗട്ട് കഴിഞ്ഞു, ഇനി ബൈസെപ്സിനാണ് കണ്ടോ. ഇതുപോലെ നമ്മൾ ബെൻഡ് ബാറിൽ ചെയ്യാൻ പോണേ, സ്പൈഡർ കാൾ നമ്മൾ ചെയ്യാൻ പോണേ. അഡ്ജസ്റ്റബിൾ ബെഞ്ചിന് 30 ഡിഗ്രി ആംഗിൾ വയ്ക്കുക, 30 ഡിഗ്രി ആംഗിൾ വയ്ക്കുക. ബാക്ക് സീറ്റിങ്ങനെ പൊക്കി വെക്കുക കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നോർമൽ കേളിനേക്കാളും നല്ല ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സ്പൈഡർ കാൾ നല്ല പിടുത്തം കിട്ടും കണ്ടോ. നമ്മൾ ബെൻഡ് എടുക്കുക കണ്ടോ. ഈ കർവ് തന്നെ കറക്റ്റായി പിടിക്കുക. കാല് ബാക്കിലോട്ട് വയ്ക്കുക, ചെസ്റ്റ് നൂർത്തി പിടിക്കുക. ഇത് ബാക്ക് ടൈറ്റ് പിടിക്കുക കണ്ടോ. കൈ അലങ്ങാനേ പാടില്ല കണ്ടോ. എൽബോ അവിടെ തന്നെ വെച്ച് സ്ലോ ആയിട്ട് കയറ്റുക, സ്ലോ ആയിട്ട് ഇറക്കുക കണ്ടോ. എന്നിട്ട് ബ്രീത്ത് എടുക്കുക, സ്ലോ ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക കണ്ടോ. സ്ലോ ആയിട്ട് ചെയ്യണം. കൈയിൻ്റെ എൽബോ ഇളകാനേ പാടില്ല. കൈയിൻ്റെ സ്ട്രൈറ്റ് ലെവലിൽ തന്നെ ആയിട്ട് ഫുൾ ലെവലോട്ട് ഉണ്ട് കേട്ടോ. ഇത് 3 സെറ്റ് 12 റെപ്പിറ്റേഷൻ പതുക്കെ വെയിറ്റ് കൂട്ടിച്ച് കേട്ടോ. 6ാമത്തെ വർക്കൗട്ട് നമ്മൾ ഹാമർക്കാണ്. ഹാമർക്ക് പറഞ്ഞാൽ ബ്രേക്ക് കാൽസിന് വർക്കൗട്ടാണ് കണ്ടോ. നമ്മൾ കേബിളാണ് ഹാമർക്കാൾ ചെയ്യാൻ പോകുന്നത് കണ്ടോ. റോപ്പ് ഇതുപോലെ സെറ്റ് ചെയ്യുക കണ്ടോ. റോപ്പ് ഏറ്റവും എൻഡിൽ പിടിക്കുക, മീഡിയം വെയിറ്റ് ഇടുക, കൈ ചേർത്ത് പിടിക്കുക, കാല് നോർമൽ ഷോൾഡർ വിത്ത് വയ്ക്കുക, ചെസ്റ്റ് നൂർത്തി പിടിക്കുക കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഫുള്ളായി മടക്കുക. കയ്യിൽ എൽബോ ബെൻഡാവരുത്. സ്ലോ നിർത്തുക, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, സ്ലോ ആയിട്ട് ഇറക്കുക കണ്ടോ. ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക കണ്ടോ. സ്ലോ ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഇതെന്ത് ചെയ്യുക, 12 പ്രാവശ്യം വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുക. കറക്റ്റ് നമുക്ക് ആ ഭാഗത്തോട് കറക്റ്റ് കിട്ടും. സ്ലോ ആയിട്ട് കേട്ടോ. 7ാമത്തെ വർക്കൗട്ട് ഫോർ ആംസും ബ്രേക്ക് കാൽസും കിട്ടുന്ന വർക്കൗട്ടാണ്. കേബിളിലുണ്ടോ ഇതുപോലെ ബാറുണ്ട് കണ്ടോ. ഒരു വിരൽ ഗ്യാപ്പ് വയ്ക്കുക, ചെസ്റ്റ് നൂർത്തി പിടിക്കുക, കൈ എൽബോ ചേർത്ത് വയ്ക്കുക കണ്ടോ. ഫുള്ളായി മടക്കുക, സ്ലോ ആയിട്ട് ഇറക്കുക കണ്ടോ. ഫുള്ളായി മടക്കുക, സ്ലോ ആയിട്ട് ഇറക്കുക കണ്ടോ. ബ്രീത്ത് ഔട്ട് കണ്ടോ. ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക കണ്ടോ. ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് ഔട്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്യുക 3 സെറ്റ് വെച്ചിട്ട് 12 സെറ്റ്. ലാസ്റ്റ് വർക്കൗട്ട് കേട്ടോ. നമ്മുടെ ഫോർ ആംസിനാണ് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ കേബിൾ സെറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് കൈ ഉണ്ടോ ഈ ലെവലിൽ പിടിക്കുക, എൽബോ ചേർത്ത് വയ്ക്കുക കണ്ടോ. ഫുള്ളായിട്ട് മുകളിലോട്ട് ഫുള്ളായിട്ട് വിരലിൽ തുമ്പത് ഇറങ്ങണം കണ്ടോ. ഫുള്ളായിട്ട് കണ്ടോ. ഇതെന്ത് ചെയ്യുക, 15 റെപ്പിറ്റേഷൻ കഴിഞ്ഞ് വന്നതിന് എന്ത് ചെയ്യുക, നേരെ അടിയിലോട്ട് ഇടുക, ബാക്കിലോട്ട് തിരിഞ്ഞ് വയ്ക്കുക കണ്ടോ. നേരെ ഫുള്ളായി മുകളിലോട്ട് സ്ലോ ആയിട്ട് ഇറക്കണം. ഇത് 15 റെപ്പിറ്റേഷൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫുൾ വർക്കൗട്ട് നല്ല സെറ്റ് വർക്കൗട്ടാണ് എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ.